السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാം അൽ ബുഖാരി റഹിമഹുള്ളാഹിയുടെ പ്രശസ്തമായ ഗ്രന്ഥം അൽ അദബുൽ മുഫ്റദ്, അതിലെ സഹീഹായ ഹദീസുകളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കിതാബിലെ നമ്മൾ വായിക്കുന്ന ഭാഗം മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിലെ അടുത്ത ബാബ് ബാബു അഖ്ദിൽ ഇസ്ലാമി അലൽ ഉമ്മി നസ്റാനിയ്യ. നസ്റാനിയായ ഒരു ഉമ്മാനോട് ഇസ്ലാം പറയുന്നത്, അല്ലെങ്കിൽ പൊതുവായ കാഫിറായ ഒരു ഉമ്മാനോട് ഇസ്ലാം അറിയിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. عن أبي هريرة رضي الله عنه قال في باب الحديث أبو هريرة رضي الله عنه ذكره ما سمع بي أحد يهودي ولا نصراني إلا أحبني. എന്നെ പറ്റി കേൾക്കുന്ന ഒരു ജൂതനോ നസ്രാനിയോ ഇല്ല എന്നെ ഇഷ്ടപ്പെടാതെ. ഇന്ന ഉമ്മി കുന്തു ഉരീദുഹാ അലൽ ഇസ്ലാമി ഫതഅബ. എൻ്റെ ഉമ്മ ഇസ്ലാം സ്വീകരിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷെ എൻ്റെ ഉമ്മ അതിന് തയ്യാറായില്ല. ഫഖുൽതു ലഹാ, ഞാൻ അവരോട് പറഞ്ഞു. ഫഅബത്, അവർ അംഗീകരിച്ചില്ല. فأتيت النبي صلى الله عليه وسلم فقلت ادعو الله لها. അങ്ങനെ ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ആവശ്യപ്പെട്ടു എൻ്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്. ഫദഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. فأتيتها وقد أجابت عليها الباب. അങ്ങനെ ഞാൻ അവരുടെ അടുക്കൽ എത്തുന്ന സമയത്ത് കതക് അടച്ചിട്ടിരിക്കുകയാണ്. فقالت يا أبا هريرة. അങ്ങനെ അകത്തിൽ നിന്ന് ഉമ്മ വിളിച്ചു പറഞ്ഞു, അബൂ ഹുറൈറ ഇന്നി അസ്ലംതു, ഞാൻ മുസ്ലിം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. فأخبرت النبي صلى الله عليه وسلم. അങ്ങനെ ഞാൻ ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോയി അറിയിച്ചു. فقلت ادعوا الله لي ولأمي. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്കും എൻ്റെ ഉമ്മാക്കും വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. وقال النبي صلى الله عليه وسلم ദുആ ചെയ്തു, اللهم عبدك أبو هريرة وأمه أحبهما إلى الناس. അല്ലാഹുവേ, അബൂ ഹുറൈറയെയും ഉമ്മയെയും ജനങ്ങൾക്ക് ഇഷ്ടമുള്ളവരാക്കണമേ, അവരോട് രണ്ടുപേരോടും ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കി കൊടുക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുക ഉണ്ടായി. അപ്പൊ ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെയാണ് സംഭവം ഉദ്ധരിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മുസ്ലിം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരുപാട് ഉമ്മാനെ ഇസ്ലാമിലേക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ക്ഷണിച്ചു. അപ്പൊ ഉമ്മാനോടുള്ള ബിർറ് ചെയ്യുന്നതിൽ, പുണ്യം ചെയ്യുന്നതിൽ, പ്രത്യേകിച്ചും കാഫിറായ ഉമ്മയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബിർറ് എന്താണ്? ആ ഉമ്മാനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലാണ്. ഇസ്ലാം ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കലാണ്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എത്ര പറഞ്ഞിട്ടും ഉമ്മ അംഗീകരിക്കുന്നില്ല, ഉമ്മ ഇസ്ലാം സ്വീകരിക്കുന്നില്ല, അതിനെ എതിർത്ത് നിൽക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു, എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം റസൂലേ എന്ന് ആവശ്യപ്പെട്ടു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറയുന്നു, ഉമ്മാക്ക് വേണ്ടി അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി സ്വാലിഹായ വ്യക്തികളോട്, സ്വാലിഹ്യങ്ങളോട്, ജീവിച്ചിരിക്കുന്ന ദുആന് ഉത്തരം ചെയ്യാൻ സാധ്യതയുണ്ട് നമുക്ക് അറിയുന്ന ആളുകൾ, അവരോട് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടാവുന്നതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുകയും ആ ഉമ്മ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. തിരിച്ചു വീട്ടിലേക്ക് പോയപ്പോഴേക്ക് ആ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉമ്മാക്കും
മകനും വേണ്ടിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വേണ്ടി പ്രാർത്ഥിച്ചു. ഈ രണ്ടുപേരെ അല്ലാഹുവേ നീ ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കണമേ എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ ഇതിന്റെ ആദ്യത്തിൽ ഒരു ജൂതനോ നസ്രാനിയോ എന്നെ പറ്റി കേട്ടാൽ ഇഷ്ടപ്പെടാത്തതായിട്ടില്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവോടും അവിടുത്തെ ഉമ്മയോടും ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അഹ്ലുൽ സുന്നയുടെ പണ്ഡിതന്മാർ പറയാറുള്ളത്, മുഅ്മിനീങ്ങൾക്ക് ഈമാനുള്ളവർക്ക് അബൂ ഹുറൈറയോടും അബൂ ഹുറൈറയുടെ ഉമ്മയോടും ഇഷ്ടമുണ്ടാകും. എന്നാൽ ഇസ്ലാമിന്റെ അകത്ത് നിന്ന് ഇസ്ലാമിനെതിരായി നിൽക്കുന്ന ഏറ്റവും ഒരു വലിയ പിഴച്ച കക്ഷിയായിട്ടുള്ള ശീകൾ, അതിലെ റാഫിദകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അങ്ങേയറ്റം വെറുക്കുന്നവരാണ്. കാരണം അവരുടെ വിശ്വാസത്തെയും അവരുടെ ആദർശത്തെയും പൊളിച്ചു കളയുന്ന പല ഹദീസുകളും ഉദ്ധരിച്ചിട്ടുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കള്ളനാണ്, കള്ള ഹദീസ് ഉണ്ടാക്കുന്നവനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോടുള്ള വെറുപ്പ് ഉണ്ടാക്കുന്നത് കാണാം. ഒന്ന് ആലോചിച്ച് നോക്കും, ജൂത നസാറാക്കൾ വരെ അബൂ ഹുറൈറയോട് ഇഷ്ടമുണ്ടാകുന്നു, എന്നിട്ടും ഷിയാക്കളുടെ അവസ്ഥ അത്രയും പരിതാപകരമായിട്ടുള്ള, ഇസ്ലാമിനോട് അത്രയും ഒരു ശത്രുതയുള്ള വിഭാഗമാണ് ഷിയകൾ. അപ്പൊ ഈ ഹദീസിൽ നമുക്ക് നമ്മുടെ ഈ കിതാബുമായി ബന്ധപ്പെട്ട ഈ ബാവുമായി ബന്ധപ്പെട്ട പാഠം, ഉമ്മമാരോട് അഥവാ കാഫിറുകളാണ് ഉമ്മ എങ്കിൽ ഇസ്ലാമിനെ പറ്റി പറയലും ഇസ്ലാമിലേക്ക് ക്ഷണിക്കലും ചെയ്യണം എന്ന് മനസ്സിലാക്കാം. അതാണ് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ബിർറ്. അടുത്ത ബാബു ബിർറിൽ വാലിദൈനി ബഅദ മൗതിഹിമാ, മാതാപിതാക്കളുടെ മരണശേഷം അവരോട് പുണ്യം ചെയ്യുക എന്നത്. മാതാപിതാക്കളുടെ മരണശേഷം അവരോട് പുണ്യം ചെയ്യുക എന്നത് എന്താണ് ഈ ബാബിലെ ഹദീസുകൾ? عن أبي هريرة رضي الله عنه قال ترفع للميت بعد موته درجته. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു മയ്യിത്തിനെ നാളെ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് മയ്യിത്തിന്റെ ദറജ ഇങ്ങനെ ഉയർത്തപ്പെടും. മയ്യിത്തിന്റെ ദറജ ഇങ്ങനെ ഉയർത്തപ്പെടും. ഫയഖൂൽ, അങ്ങനെ ആ മരണപ്പെട്ട വ്യക്തി ചോദിക്കും, ഐ റബ്ബി, എന്റെ റബ്ബേ, അയ്യു ശൈഇൻ ഹാദിഹി, എന്തിന്റെ പേരിലാണ് ഞാൻ മരിച്ചതിന് ശേഷവും എന്റെ ഈ ദറജകൾ ഉയരുന്നത്? എന്റെ ഈ ദറജകൾ ഉയരാനുള്ള കാരണം എന്താണ്? ഫയുഖാൽ, അപ്പോൾ പറയപ്പെടും, വലദുക ഇസ്തഗ്ഫറ ലക, നിന്റെ മകൻ, നിന്റെ സന്താനം നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയതിന്റെ ഫലമായിട്ടാണ് നിന്റെ ദറജ മരണത്തിന് ശേഷം ഉയർന്നിട്ടുള്ളത് എന്ന് ആ വ്യക്തിയെ അറിയിക്കും. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് അവർ മുഅ്മിനീങ്ങളാണെങ്കിൽ, മുസ്ലിമുകളായിട്ടാണ് മരിച്ചിട്ടുള്ളത് എങ്കിൽ അവരോട് നാം ചെയ്യേണ്ട കടമകളിൽപ്പെട്ട ഒന്നാണ് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുക എന്നുള്ളത്. അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്നത്. അത് ചെയ്യുന്നത് മുഖേന, നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നത് മുഖേന മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും മരണത്തിന് ശേഷവും നാളെ ദറജകൾ ഉയർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം. നമ്മുടെ മക്കളെ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും വേണം. അടുത്ത ഹദീസ് ഈ ബാബിൽ عن محمد بن سيرين قال كنا عند أبي هريرة ليلة فقال, മുഹമ്മദ് ബിൻ സിരീൻ എന്ന താബിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം രാത്രി ഞങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഇരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ ഹുറൈറ വലി ഉമ്മി വലിമൻ ഇസ്തഗ്ഫറ ലഹുമാ, അല്ലാഹുവേ അബൂ ഹുറൈറക്കും എന്റെ ഉമ്മാക്കും, അഥവാ എനിക്കും എന്റെ ഉമ്മാക്കും, അതുപോലെ എനിക്കും എന്റെ ഉമ്മാക്കും വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നവർക്കും നീ പുറത്തു കൊടുക്കണമേ. എനിക്കും എന്റെ ഉമ്മാക്കും വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നവർക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നത് ഈ താബിഈ കേൾക്കുകയുണ്ടായി. قال മുഹമ്മദ് ബിൻ സിരീൻ റഹിമഹുല്ലാഹ് പറയാണ്, فنحن نستغفر لهما حتى ندخل في دعوة അബൂ ഹുറൈറ. അദ്ദേഹം പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഞങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി, അല്ലെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്കും വേണ്ടി, അവർ രണ്ടുപേർക്കും വേണ്ടി ഞങ്ങൾ ഇസ്തിഗ്ഫാർ തേടാറുണ്ടായിരുന്നു. എന്തിനു വേണ്ടി? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടാൻ വേണ്ടി, അദ്ദേഹത്തിന് ഉമ്മാക്കും വേണ്ടി ഞങ്ങൾ ഇസ്തിഗ്ഫാർ തേടാറുണ്ടായിരുന്നു. ഈ ഹദീസിൽ നിന്നുള്ള പാഠങ്ങൾ എന്താണ്?
ഒന്ന്, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടണം. രണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനും ഉമ്മാക്കും വേണ്ടി ഇസ്തിഗ്ഫാർ തേടുമ്പോൾ ആ ദുആയിൽ ഉൾപ്പെടും എന്ന് മനസ്സിലാക്കിയ താബിഈങ്ങളുടെ അതീവ താല്പര്യം മനസ്സിലാക്കണം. കാരണം എന്താണ്? ആ സഹാബിയുടെ ദുആയിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ താബിഈങ്ങൾ അവർക്കും വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നത്. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഏതൊരു മുസ്ലിമിനും, ഏതൊരു മുസ്ലിമത്തിനും, ഏതൊരു മുഅ്മിനിനും, ഏതൊരു മുഅ്മിനത്തിനും നാം ഇസ്തിഗ്ഫാർ തേടുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അതൊരു കാരണമാകും. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീൻ വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീൻ വൽ മുസ്ലിമാത്ത് എന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതുപോലെ നമ്മുടെ പാപങ്ങൾ ആർക്കൊക്കെ വേണ്ടിയാണോ നമ്മൾ ദുആ ചെയ്യുന്നത് അത്രത്തോളം നമ്മുടെ പാപങ്ങളും പൊറുക്കാൻ അതൊരു കാരണമാകും. എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്താലോ? നമ്മുടെ പ്രാർത്ഥനകൾ മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് പൊതുവായി ദുആ ചെയ്യണം. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടണം. മറ്റൊരു ഹദീസ് ഈ ബാബിൽ, മരണത്തിന് ശേഷം മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട ബിർറാണ് ബാബിന്റെ വിഷയം. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, إذا مات العبد انقطع عنه عمله إلا من ثلاث. ഒരു അടിമ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ 3 കർമ്മങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. മരണപ്പെട്ടതിന് ശേഷം അവന് 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. ഏതാണ് ആ 3 കാര്യങ്ങൾ? സ്വദഖത്തിൻ ജാരിയത്തിൻ, നിലനിൽക്കുന്ന സ്വദഖ, ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകരിക്കുന്ന അറിവ്, ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അല്ലെങ്കിൽ സ്വാലിഹായ ഒരു മകൻ, ഈ മാതാപിതാക്കൾക്ക് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ ഒരു മകൻ, അവനും അവന്റെ ആ ദുആവും അവർക്കുണ്ടാകും. അതായത് മരണം എന്നുള്ളത് നമ്മുടെ കർമ്മങ്ങളെ അവസാനിപ്പിക്കുന്ന കാര്യമാണ്. ദുനിയാവ് എന്നുള്ളത് നമുക്ക് കർമ്മം ചെയ്യാനുള്ള അവസരമാണ്, സമയമാണ്. ഇത് അവസാനിക്കുന്ന ഘട്ടമാണ് നമ്മുടെ മരണം. പിന്നെ നമുക്ക് എന്തില്ല? കർമ്മം ചെയ്യാനുള്ള അവസരമില്ല. പിന്നെന്താണ്? ഹിസാബാണ്. പരലോകത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്കുള്ളത് ഹിസാബ് മാത്രമാണ്. അമല് ചെയ്യാനുള്ള അവസരം നമുക്ക് ദുനിയാവിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ മരണപ്പെട്ടാലും ഒരു അടിമയ്ക്ക് ലഭിക്കുന്ന 3 കാര്യങ്ങൾ, അതാണ് ഈ ഹദീസിൽ പറഞ്ഞത്. ഒന്നാമത്തേത് പറഞ്ഞത് എന്താ? സ്വദഖത്തിൻ ജാരിയത്തിൻ, സ്വദഖത്തിൻ ജാരിയത്തിൻ, നിലനിൽക്കുന്ന സ്വദഖ, അഥവാ മരണശേഷവും ഉപകരിക്കുന്ന രീതിയിൽ. ഇപ്പോൾ ഒരു കിണർ, അതിലെ വെള്ളം ആളുകൾക്ക് എല്ലാ കാലത്തും ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു മസ്ജിദ്, അതിൽ എല്ലാ കാലത്തും ആളുകൾക്ക് നിസ്കരിക്കാൻ ഉപകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ആ തരത്തിലുള്ള നിലനിൽക്കുന്ന സ്വതക്കകൾ, ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മരണത്തിന് ശേഷവും നമുക്ക് പ്രതിഫലം ലഭിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്വതക്കകളിൽ സ്വതക്കത്തുൻ ജാരിയ, അതിനു വേണ്ടി പ്രത്യേകം ഒരു നമ്മുടെ സ്വതക്കകളിൽ പ്രത്യേകം ഒരു വിഹിതം ജാരിയായ സ്വതക്കക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തേത് പറഞ്ഞു ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന ഒരു ഇൽമ്, അറിവ്, അഥവാ നമ്മൾ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള, പറഞ്ഞു കൊടുത്തിട്ടുള്ള അറിവ്, അഥവാ ദീനിയായിട്ടുള്ള ഒരാളോട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു കുട്ടിക്ക് ഫാത്തിഹ ഓതാൻ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൽമ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അയാൾ അത് ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കുന്നു, അയാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അയാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അത് ജീവിതത്തിൽ ഒരു അമലായിട്ട് അങ്ങനെ കൊണ്ടു നടക്കുന്നു. ആ രീതിയിൽ ഉപകരിക്കുന്ന അറിവുകൾ നമ്മൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അറിവ് അങ്ങനെ പ്രചരിച്ചു പോകും. അതനുസരിച്ച് അമല് ചെയ്യുന്നവന്, ആ അമല് ചെയ്യുന്ന ആളുകൾ എത്ര ചെയ്യുന്നുവോ ആ പ്രതിഫലം ആ പഠിപ്പിച്ചു കൊടുത്തവന് ലഭിക്കും. അങ്ങനെ ഉപകരിക്കുന്ന ഇൽമ് അവനുണ്ടാകും. മൂന്നാമത്തേതാണ് നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടത്, അവ്വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, ഒരു മരണപ്പെട്ട വ്യക്തിക്ക് ഉപകരിക്കുന്ന മറ്റൊരു കാര്യം, മൂന്നാമത്തെ കാര്യം പറഞ്ഞത് സ്വാലിഹായ ഒരു മകൻ അവന് വേണ്ടി ദുആ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒരു ആശയത്തെ വിശദീകരിക്കുന്ന, വ്യക്തമാക്കുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന ഔലാദകും മിൻ കസ്ബികും, നിങ്ങളുടെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ് നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ് നിങ്ങളുടെ മക്കൾ. അതുകൊണ്ട് തന്നെ
ആ മക്കളുടെ പ്രാർത്ഥന നാളെ മരണത്തിന് ശേഷവും നമുക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മക്കൾ സ്വാലിഹ്യങ്ങളാവാൻ വേണ്ടി ദുആ ചെയ്യണം. എപ്പോൾ മുതൽ? നമ്മൾ ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് സ്വാലിഹത്തായ ഒരു പെണ്ണിനെ ആയിരിക്കണം മക്കൾ സ്വാലിഹ്യങ്ങളാവാൻ. അതുപോലെ മക്കളെ വളർത്തുന്നത് സ്വാലിഹ്യങ്ങളായ മക്കളാകാനുള്ള ആ ഒരു സാഹചര്യത്തിലും അവസരത്തിലുമായിരിക്കണം മക്കളെ നമ്മൾ വളർത്തേണ്ടത്. അതുപോലെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ മക്കളെ പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ. മഅന അൽ ഹദീസ് അന്ന അമൽ അൽ മയ്യിത് യൻഖതിഉ ബിമൗതിഹി. ഈ ഹദീസിന്റെ ഉദ്ദേശം ഒരു വ്യക്തിയുടെ കർമ്മങ്ങൾ മരണത്തോടുകൂടി മുറിഞ്ഞു പോകും. وينقطع تجدد الثواب له إلا في هذه الأشياء الثلاثة. ഈ മൂന്ന് കാര്യത്തിൽ മാത്രമാണ് അവന്റെ പ്രതിഫലം പുതുക്കാൻ സാധിക്കുകയുള്ളൂ. ലികൗനിഹി കാന സബബുഹ. അതിനുള്ളത് എന്താണ്? അതുകൊണ്ടാണ് കിട്ടുന്നത്. ആ മൂന്ന് കാര്യത്തിനും കാരണം അവനായതുകൊണ്ടാണ്. ഒരു കിണർ കുഴിച്ച് അതിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ഒരു നായയാണെങ്കിൽ പോലും, ഒരു മൃഗമാണെങ്കിൽ പോലും അതിനുള്ള പ്രതിഫലം കിട്ടും. മനുഷ്യർ കുടിച്ചാലോ? അതുപോലെ തന്നെ ഒരു മസ്ജിദ് നിർമ്മിച്ചു കൊടുത്ത് അതിൽ സുജൂദ് ചെയ്യുന്ന ഓരോ സുജൂദിനും, ഓരോ നിസ്കാരത്തിനും, അവിടെ പഠിപ്പിക്കപ്പെടുന്ന ഇൽമിന്, അവിടെയുള്ള ഓരോ നന്മകൾക്കും പ്രതിഫലം ലഭിക്കും. കാരണം അത് ഉണ്ടാകാനും ആ കിണറിനും എല്ലാം കാരണക്കാരൻ അവനാണായത്. അതുപോലെ തന്നെ അറിവ് പ്രചരിപ്പിക്കുമ്പോൾ ആ അറിവ് പറഞ്ഞു കൊടുക്കാൻ കാരണക്കാരൻ അവനാണായത്. മൂന്നാമത്തേത് മക്കളുടെ വിഷയത്തിലും ആ മക്കൾ ജനിക്കാനും വളരാനുമുള്ള കാരണക്കാരൻ അവനാണായത്. ഫൈനൽ വലദ മിൻ കസ്ബിഹി. കാരണം ആ മക്കൾ അവന്റെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ്. وكذلك العلم الذي خلفه من تعليم أو تصنيف. അല്ലെങ്കിൽ അവൻ പഠിപ്പിച്ചു കൊടുത്ത എഴുതി വെച്ച അവന്റെ അറിവ്. وكذلك الصدقة الجارية وهي الوقف. അതുപോലെ തന്നെ ജാരിയായ സ്വതക്ക, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഖഫ് ചെയ്തിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലുമെല്ലാം വഖഫ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളായി വളർത്താൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. അത് മാതാപിതാക്കളോട് ചെയ്യുന്ന ബിർറിന്റെ ഭാഗമാണ്. ഈ ബാബിലെ അടുത്ത ഹദീസ് عن ابن عباس رضي الله عنهما أن رجلا قال. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഒരു വ്യക്തി വന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉമ്മി തുവഫിയത് വലം തൂസി. എന്റെ ഉമ്മ മരണപ്പെട്ടു, എന്നാൽ ആ ഉമ്മാന്റെ സമ്പത്തിൽ നിന്ന് ഒന്നും വസിയത്ത് ചെയ്തിട്ടില്ല. അഥവാ സ്വതക്ക നൽകണം അല്ലെങ്കിൽ എന്തെങ്കിലും നൽകണമെന്ന് വസിയത്ത് ചെയ്തിട്ടില്ല. നമുക്കറിയാം സ്വഹാബികൾ രീതിയിൽ 1/3 വരെ അവർ വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു. മരണം ഉറപ്പായ സമയങ്ങളിൽ എന്റെ സമ്പത്തിന്റെ 1/3 വസിയത്തായിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലോ അല്ലെങ്കിൽ വേറെ സാധുക്കൾക്കോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വസിയത്ത് ചെയ്യും. ബാക്കിയാണ് അനന്തരാശം എടുക്കാൻ അവിടെ ഉണ്ടാവുക. ഒന്നും വസിയത്ത് ചെയ്തിട്ടില്ല, എന്റെ മുമ്പ് മരണപ്പെട്ടു. അപ്പൊ ഇയാൾ ചോദിക്കുകയാണ്, ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വതക്ക കൊടുത്താൽ അത് ഉമ്മാക്ക് ഉപകാരം ഉണ്ടാവുമോ? ആ ഉമ്മാക്ക് ഉപകരിക്കോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, ഉപകരിക്കും എന്ന് പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഉമ്മ മരണപ്പെട്ട് ഉമ്മ ഒന്നും വസിയത്ത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആ ഉമ്മാക്ക് വേണ്ടി സ്വതക്ക നൽകട്ടെ എന്ന് ചോദിക്കുമ്പോ ആ സ്വഹാബികളുടെ അത്രത്തോളമുള്ള താല്പര്യം എത്ര വലുതാണ്, നന്മകളോടുള്ള താല്പര്യം, അതുപോലെ ഉമ്മാക്ക് പ്രതിഫലം കിട്ടാൻ ഒരു സൽക്കർമ്മം ചെയ്യാനുള്ള താല്പര്യം. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ആ സഹാബിക്ക് വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാതെ എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ സ്വതക്ക കൊടുക്കൽ ഒരു നന്മയാണ്, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാതെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം എന്നാ സഹാബിക്ക് വേണമെങ്കിൽ തീരുമാനിക്കാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു? ആ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദത്തോടു കൂടി ചെയ്യാനാണ് സഹാബികൾ തയ്യാറായിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ എന്തൊരു അപകടമാണ്, പല ആളുകൾക്കും പല മുസ്ലിമീങ്ങൾക്കും അവർ ചെയ്യുന്ന കർമ്മങ്ങൾ അത് നല്ലതായാൽ മതി, ആളുകളുടെ മുമ്പിൽ നല്ലതായാൽ മതി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതാണോ പഠിപ്പിച്ചതാണോ ഒന്നും ശ്രദ്ധിക്കാതെ അവർ നല്ലതാണെങ്കിൽ, ഇപ്പൊ ചില ആളുകൾ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖുർആൻ ഖതം തീർത്ത്
ഇപ്പൊ ആരെങ്കിലും ഒരു വീട്ടിലെ ഒരു വല്യമ്മ മരണപ്പെട്ടു കഴിഞ്ഞാൽ മക്കൾ ഇത്ര യുദ്ധം ഞാൻ 3 യുദ്ധം ഞാൻ ബാക്കി 6 യുദ്ധം ഞാൻ 5 യുദ്ധം ഞാൻ അങ്ങനെ കുടുംബത്തിലെ എല്ലാവരും മക്കളും പേരമക്കളും ഒക്കെ ഒരു ഹത്തം തീർത്തു, അടുത്ത ഹത്തം തീർത്തു, അടുത്ത ഹത്തം തീർത്തു. ഇത് എവിടുന്ന് വന്നിട്ടുള്ള കാര്യമാണ്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യമാണ്. എന്നാൽ അവർക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. ഇസ്തിഗ്ഫാർ ചെയ്യുക, ദുആ ചെയ്യുക, സദഖ ചെയ്യുക, അവർക്ക് വേണ്ടി ഉംറ ചെയ്യുക, അവർക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ ഏതൊരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച് ചെയ്തിരുന്ന സഹാബികൾ ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ തെളിവുകളുണ്ടോ പരിശോധിക്കാനുള്ള നമുക്കുള്ള പ്രേരണയാണ്. അപ്പൊ ഈ ഹദീസിനെ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾക്ക് അവരുടെ മരണശേഷം പുണ്യം ചെയ്യുന്നതിൽ പെട്ടതാണ് അവർക്ക് വേണ്ടി സ്വതക്ക കൊടുക്കുക എന്നുള്ളത്. നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ അവർക്ക് പ്രതിഫലം കിട്ടണം എന്ന നിയ്യത്തിൽ സ്വതക്ക നമുക്ക് കൊടുക്കാവുന്നതാണ്. അടുത്ത ബാബ്, ബാബു ബിർരി മൻ കാന യസ്ലുഹു അബൂഹു. നമ്മുടെ ഉപ്പ ആരോടാണോ ബന്ധം ചേർത്തിരുന്നത് അവരോട് ബന്ധം ചേർക്കുക എന്നുള്ളത് മാതാപിതാക്കളോട് ചെയ്യുന്ന പുണ്യത്തിന്റെ ഭാഗമാണ്. അതായത് നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും, പ്രത്യേകിച്ച് ഉപ്പാക്കും ഒക്കെ ഒരുപാട് സുഹൃത്തുക്കളും മറ്റും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഉപ്പാന്റെ മരണശേഷവും ജീവിച്ചിരിക്കുമ്പോഴും എല്ലാം ഉപ്പയുമായി ബന്ധം വെച്ചിരുന്ന ആളുകളോട് അവർക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉപ്പാക്കുമെല്ലാം പുണ്യം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് കാണാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ عن ابن عمر رضي الله عنهما عن رسول الله صلى الله عليه وسلم قال إن أبر البر أن يصل الرجل أهل ود أبيه. പുണ്യം ചെയ്യുന്നതിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുണ്യമാണ് ഉപ്പാന്റെ ഉറ്റമിത്രങ്ങൾ, ഉപ്പ സ്നേഹബന്ധം വെച്ച് പുലർത്തിയ ആളുകളോട് അവരോട് ബന്ധം ചേർക്കുക എന്നത്. പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണത്. ഇപ്പൊ നമ്മുടെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ പിതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വാലിഹായ മുഅ്മിനായിട്ടുള്ള പിതാവ്, ഏതെങ്കിലും ഫാജിറായിട്ടുള്ള ആള് മറ്റുള്ള ഫാജിര്യങ്ങളോട് ബന്ധം വെച്ചതല്ല, സ്വാലിഹായിട്ടുള്ള മുസ്ലിമായിട്ടുള്ള മുഅ്മിനായിട്ടുള്ള നമ്മുടെ പിതാവ് ആ ആരെയെങ്കിലുമായിട്ട് സ്നേഹബന്ധത്തിൽ അഥവാ അവരുടെ സുഹൃത്തുക്കൾ അതുപോലെയുള്ള ആളുകളുമായിട്ട് നല്ലൊരു ബന്ധം ചേർക്കുക എന്നുള്ളത് ആ പിതാവിനോട് ബന്ധം ചേർക്കുന്നതിന് തുല്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്ക് കാണാം. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാഹനത്തിൽ വാഹനത്തിൽ കുതിരയിലോ മറ്റോ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം മക്കയിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് ഒരു അറാബിയെ കണ്ടു. നഗരവാസിയല്ല, മരുഭൂമിയിൽ താമസിക്കുന്ന ഒരു അറാബിയെ കണ്ടു. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അറാബിയോട് സലാം പറയുകയും, അദ്ദേഹം ഒരു കഴുതപ്പുറത്തായിരുന്നു, അദ്ദേഹം ആ കഴുതപ്പുറത്ത് ആ അറാബിയെ കയറ്റി ആ അറാബിയെ ആ കഴുതപ്പുറത്ത് കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ട് അത് മാത്രമല്ല, ആ അറാബിക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇമാമ തലക്കെട്ട് തലപ്പാവ് ആ അറാബിയുടെ തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്തു. തലപ്പാവ് ഒരു ബഹുമാനിക്കുന്നതിന്റെ അടയാളമായി വെച്ചു കൊടുത്തു. അപ്പൊ ഇതെല്ലാം കണ്ട താബിഈയായ ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഫഖുൽനാ ലഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ശിഷ്യന്മാർ ചോദിച്ചു, അസ്ലഹകല്ലാഹ് ഇന്നഹും അൽഅറാബ്, അദ്ദേഹം ഒരു അറാബിയാണ്. അറാബി എന്ന് പറഞ്ഞാൽ വലിയ പരിജ്ഞാനമോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും കാര്യം ആദരവ് നൽകേണ്ടതായിട്ട് കാണുന്ന ആളൊന്നുമല്ല. വൈന്നഹും യർദൂന ബിൽ യസീർ, വളരെ ചെറുതായിട്ട് നിങ്ങളൊന്ന് ചെറിയൊരു ബഹുമാനം കാണിച്ചാൽ അവർക്ക് വലിയ കാര്യമായിരിക്കും, അവർക്കത് വലിയ കാര്യമായിരിക്കും. പക്ഷെ നിങ്ങൾ ഇത്രത്തോളം സലാം പറഞ്ഞ് കഴുതപ്പുറത്ത് കയറ്റി തലപ്പാവ് വെച്ചു കൊടുത്ത് ഇത്രത്തോളം ആദരിച്ചല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന അബാ ഹാദാ കാന ബുദ്ദൻ ലിഉമർ ഇബ്നുൽ ഖത്താബ്, പറയാണ് ഈ വ്യക്തിയുടെ എത്രത്തോളം ശ്രദ്ധിക്കണം, ഈ അറാബിയുടെ ഉപ്പ എന്റെ ഉപ്പയായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നല്ല സ്നേഹബന്ധം ഉണ്ടായിരുന്ന ആളാണ്. അറാബിയല്ല, ഈ അറാബിയുടെ ഉപ്പയും എന്റെ ഉപ്പയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്നേഹബന്ധം ഉണ്ടായിരുന്നതാണ്. വഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ചു കൊടുക്കുകയാണ്, ഇന്ന അബറൽ ബിർരി സിലത്തുൽ വലദി അഹ്ല വുദ്ദി അബീഹി, തന്റെ ഉപ്പാന്റെ സ്നേഹബന്ധമുള്ള ആളുകളുമായിട്ട് ബന്ധം ചേർക്കുക എന്നുള്ളത് ഉപ്പാക്ക് ചെയ്യുന്ന പുണ്യത്തിൽ പെട്ട കാര്യമാണ്. എത്ര ആളുകളുണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുന്നവർ?
നമ്മൾ വളരെ അശ്രദ്ധമായി പോകുന്ന മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നതിൽ പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഉപ്പാന്റെ ഉറ്റമിത്രങ്ങൾ, സുഹൃത്തുക്കൾ, അതുപോലെയുള്ള ആളുകൾ, അവരുമായിട്ട് ഉപ്പാന്റെ മരണശേഷവും ബന്ധം ചേർക്കുക എന്നത്. ഇപ്പൊ പല ആളുകൾക്കും ഒരു ദുഃഖം ഉണ്ടാവും. ചില ആളുകൾ ഉപ്പാനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉപ്പാക്ക് ഒരു പുണ്യം ചെയ്യാൻ സാധിച്ചില്ല, അവർക്ക് ഉപ്പാനെ ഒരു രീതിയിൽ സന്തോഷിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് വിഷമിക്കുന്ന ആളുകളുണ്ടാവും. പല കാരണങ്ങളാണ്. ചിലപ്പോൾ ജാഹിലിയത്ത് കാലത്തായിരിക്കും ഉപ്പ മരണപ്പെട്ടത്, അങ്ങനെ പല രീതിയിലുണ്ടാവും. അവർക്കൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ് അവരുടെ ഉപ്പാന്റെ മിത്രങ്ങൾ, അവരിൽ ഉപ്പ സ്നേഹബന്ധം വെച്ച് പുലർത്തിയിരുന്ന ആളുകൾ, അവരോട് ബന്ധം ചേർക്കുക എന്നുള്ളത്. അടുത്ത ബാബ്, ബാബു ലാ യുസമ്മി അർറജുലു അബാഹു വലാ യജ്ലിസു ഖബ്ലഹു. ഒരാൾ അയാളുടെ ഉപ്പാനെ പേര് വിളിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ആ ഉപ്പാന്റെ മുന്നിലായി ഇരിക്കാൻ പാടില്ല. ഉപ്പ നിൽക്കുകയാണെങ്കിൽ ഉപ്പാന്റെ മുമ്പിൽ ഇരിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ ഒരു സദസ്സിൽ ഉപ്പ ഇരിക്കുന്നതിന് മുമ്പായിട്ട് ഇരിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഉപ്പയും കൂടിയിട്ട് ഒരു വീട്ടിലേക്ക് കയറി വിചാരിക്കാം. അപ്പോ അവിടെ കസേരയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഉപ്പ ഇരിക്കുന്നതിന് മുമ്പേ ഒരു മകൻ ഇരിക്കാൻ പാടില്ല. ഈ ബാബുമായി ബന്ധപ്പെട്ട ഹദീസ്, ഈ ബാബിൽ വരുന്ന ഒരു ഈ ബാബിന്റെ തുടർച്ച വല യംശി അമാമഹു, ഉപ്പാന്റെ മുന്നിൽ നടക്കാനും പാടില്ല. ഉപ്പയിൽ നമ്മൾ നടക്കുകയാണ്, പക്ഷെ ഉപ്പാന്റെ മുന്നിൽ നമ്മൾ നടക്കാൻ പാടില്ല എന്നാണ് ഈ ബാബിലെ ഹദീസ്. عن عروة أو غيره أن أبا هريرة أبصر رجلين. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോകുന്ന സമയത്ത് രണ്ട് ആളുകളെ കണ്ടു. فقال لأحدهما, അതിൽ ഒരാളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ഹാദാ മിൻക, ഇത് നിന്റെ ആരാണ് ചോദിച്ചു. രണ്ടാളുകൾ പോകുന്നുണ്ട്, അപ്പൊ ഒരാളോട് ചോദിച്ചു, ഇത് നിന്റെ ആരാണ് ചോദിച്ചു. فقال أبي, അപ്പൊ അയാൾ പറഞ്ഞു ഇതിന്റെ ഉപ്പയാണെന്ന് പറഞ്ഞു. ഉപ്പയും മകനാണ് കൊടുത്തത്. فقال, അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മകനോട് പറയാണ്, ലാ തുസമ്മിഹി ബിഇസ്മിഹി, നീ ആ ഉപ്പാനെ പേര് വിളിക്കാൻ പാടില്ല. വലാ തംശി അമാമഹു, നീ ആ ഉപ്പാന്റെ മുന്നിലൂടെ നടക്കാൻ പാടില്ല. അതായത് രണ്ടുപേരും നടക്കും, ഉപ്പയും മകനും നടക്കുകയാണെങ്കിൽ ഉപ്പാനെ മുന്നിലായിക്കൊണ്ട് നടക്കാൻ പാടില്ല. വലാ തജ്ലിസ് ഖബ്ലഹു, ആ ഉപ്പ ഇരിക്കുന്നതിന് മുമ്പായി നീ ഇരിക്കാനും പാടില്ല. ഒരു ഉപ്പയോട്, അതുപോലെ തന്നെ ഉമ്മയോടും ഏറ്റവും അർഹ ഉമ്മയാണ്, പ്രത്യേകിച്ച് ഉപ്പയോടെല്ലാം നാം കാണിക്കേണ്ട അദബുകളിൽ ശ്രേഷ്ഠനായ സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിരുന്ന പ്രധാന പാഠങ്ങളാണത്. ഒന്ന്, ഉപ്പാനെ പേര് വിളിക്കാൻ പാടില്ല. നല്ല വാക്കുകൾ കൊണ്ടാണ് ഉപ്പാനെ നമ്മൾ വിളിക്കേണ്ടത്. അത് മലയാളത്തിലാണെങ്കിൽ ഉപ്പ എന്നോ, അല്ലെങ്കിൽ അബുൻ എന്നോ, അറബിയിൽ അബു എന്നോ, അല്ലെങ്കിൽ അബി എന്നോ, അബത്തി എന്നോ, ആ രീതിയിലുള്ള നല്ല രീതിയിലുള്ള വാക്കുകൾ കൊണ്ടാണ് ഉപ്പാനെ പറയേണ്ടത്. ഇന്ന് പല മുസ്ലിമീങ്ങളും കുഫാറുകളുടെ ശൈലി ഏറ്റെടുത്ത് അവർ അവരുടെ ഉപ്പാനെ, ഉപ്പമാരെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. വേറെ കാര്യം, മക്കളെ വിളിക്കുന്നത് ഒന്നെങ്കിൽ പപ്പ അല്ലെങ്കിൽ ഡാഡി, ആ രീതിയിൽ പല പേരുകൾ. ചിലർ ഉപ്പയും മകനും ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞ് മകൻ വാപ്പാനെ പേര് വിളിക്കുന്നത് കാണാം. അങ്ങനെ ഒരു സംസ്കാരം ഇന്ന് നമ്മുടെ നാടുകളിൽ വളർന്നു തുടങ്ങുന്നുണ്ട്. മകൻ ഉപ്പാനെ പേരാണ് വിളിക്കുന്നുണ്ടാവുക. അത് ഇസ്ലാമിൽ അനുവദനീയമല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ പറഞ്ഞു, വലാ തംശി അമാമഹു, നീ ഉപ്പാന്റെ മുൻപിലായി നടക്കരുത്. അത് ഉപ്പാരോടും അധ്യാപകരോടും പ്രായമുള്ളവരോടും ഭരണാധികാരികളോടുമുള്ള പൊതുവായ മര്യാദയിൽപ്പെട്ടതാണ്. നമ്മളും നമ്മുടെ ഉപ്പയും ഒരുമിച്ച് നടക്കാൻ വിചാരിക്കാം. ഉപ്പയുടെ മുന്നിലായി നടക്കാൻ പാടില്ല, ഉപ്പയുടെ പിന്നിലാണ് നടക്കേണ്ടത്. ഇനി നടക്കാം ഏത് സമയത്ത്, എന്തെങ്കിലും മുൻപിൽ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇരുട്ടാണ്, അപ്പൊ മുന്നിൽ എന്തെങ്കിലും കുഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമോ ഉപ്പാക്ക് സംഭവിച്ചേക്കാം. അപ്പൊ അത് സംഭവിക്കാതെ നോക്കാൻ വേണ്ടി ആ രീതിയിൽ ഒരു സംരക്ഷണമായി എന്ന നിലയ്ക്ക് ഉപ്പാന്റെ മുൻപിലായി നടക്കാം. എന്തെങ്കിലും ഉണ്ടോ, തടസ്സമുണ്ടോ നോക്കാൻ വേണ്ടി മുന്നിലായി നടക്കാം, അതല്ലാതെ പിന്നിലായിട്ടാണ് നടക്കേണ്ടത്. അതുപോലെ വലാ തജ്ലിസ് ഖബ്ലഹു, ഉപ്പ ഇരിക്കുന്നതിന് മുമ്പ് ഒരു സദസ്സിൽ നമ്മൾ കയറി, അല്ലെങ്കിൽ വീട്ടിലാണ് നമ്മൾ ഉള്ളത്, ഇരിക്കരുത്. അതുപോലെ ഉപ്പമാർ വന്നാൽ നമ്മൾ എഴുന്നേറ്റ് ഇരിക്കണം. അത് അവരോടുള്ള ബഹുമാനമാണ്, മാതാപിതാക്കളോട് കാണിക്കേണ്ട ബഹുമാനത്തിൽപ്പെട്ട കാര്യമാണ്. ഉപ്പമാർ വരുന്ന സമയത്ത് എഴുന്നേറ്റ് കൊടുക്കുക എന്നുള്ളതെല്ലാം അത് അവരോട് കാണിക്കേണ്ട ബഹുമാനത്തിൽപ്പെട്ട കാര്യമാണ്. മക്കൾ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉപ്പാനോട് കാണിക്കേണ്ട മര്യാദയിൽപ്പെട്ടതാണ്. നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം. പല ആളുകളും മക്കളെ ശീലിപ്പിക്കുമ്പോൾ അവർ വിചാരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനായിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? നമ്മൾ പറഞ്ഞു കൊടുത്താലേ മക്കൾക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ചെയ്യണമെന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, എന്നാലാണ് അവർക്കത് പകർത്താൻ സാധിക്കുകയുള്ളൂ. അടുത്ത ബാബ്, ബാബു ഹൽ യുക്ന അബാഹു, പേര് വിളിക്കാൻ പാടില്ല എന്ന് വന്നു. കുഞ്ഞിട്ട് വിളിക്കാൻ പാടുമോ?
കുഞ്ഞേറ്റ് വിളിക്കാൻ പാടുമോ? എന്താണ് കുഞ്ഞേറ്റ് എന്ന് പറഞ്ഞാൽ? അറബികളിൽ പൊതുവെ ഒരാൾക്ക് 3 തരത്തിൽ പേരുകളുണ്ടാവും. ഒന്ന് ഇസ്മ്, അയാളുടെ ശരിക്കുള്ള പേരുണ്ടാവും. 2 ലഖബ്. ലഖബ് എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പേരുണ്ടാവും. ഒരാളെ സ്ഥാനപ്പേരുണ്ടാവും. ഇപ്പോ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കുഞ്ഞേറ്റായിട്ട് ഇബ്നു തൈമിയ്യ എന്ന് പറയുന്നു, അല്ലെങ്കിൽ അബുൽ അബ്ബാസ് ഒക്കെ അദ്ദേഹത്തിന്റെ കുഞ്ഞേറ്റാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? പേര് അഹ്മദ് എന്നാണ്. അദ്ദേഹത്തിന്റെ ലഖബ് എന്താണ്? തഖീഉദ്ദീൻ എന്നാണ്. അപ്പോൾ ഒരു അറബിക്ക് 3 പേരുകൾ ഉണ്ടാവുന്നത് സാധാരണയാണ്. അപ്പൊ കുഞ്ഞേറ്റ് എന്ന് പറഞ്ഞാൽ വിളിക്കാൻ വേണ്ടി അധികവും വിളിക്കുക മകന്റെയോ മകളുടെയോ പേരിനോട് ചേർത്ത്. ഇപ്പൊ അബൂ സൈദിൻ, അബൂ ഹഫ്സ, അതുപോലെ തന്നെ ഉമ്മു അബ്ദില്ല, അങ്ങനെ ചേർത്തിട്ട്. അതല്ലെങ്കിൽ ബിൻത് അബീബക്കർ, ബിൻത് ഉമർ, മകളുടെ പേര് ചേർത്ത്. അല്ലെങ്കിൽ അഖുൻ, അമ്മുൻ, അമ്മത്തുൻ, ഉഖ്തുൻ, ഖാലുൻ, ഖാലത്തുൻ, ആ രീതിയിലൊക്കെ വിളിക്കാവുന്നതാണ്. ഇനി കുട്ടി തന്നെ മകൻ തന്നെ മകൾ തന്നെ ആയിരിക്കണമെന്നില്ല. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ അബൂ തുറാബ് എന്ന് വിളിച്ചിട്ടുണ്ട്. അത് മണ്ണിൽ കിടക്കുന്ന കണ്ടപ്പോൾ അബൂ തുറാബ് എന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു കുട്ടിയെ 7 മറ്റോ വയസ്സുള്ള ചെറിയ കുട്ടിയെ ഉമ്മു ഖാലിദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ടുണ്ട്. അപ്പൊ കുഞ്ഞേറ്റി എന്നുള്ളത് അറബികളുടെ ഒരു രീതിയാണ്. ഇസ്ലാമിൽ സഹാബികളെല്ലാം ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് പിൻപറ്റാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ ചോദ്യം, ഉപ്പാന്റെ പേര് വിളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു, കുഞ്ഞേറ്റ് വിളിക്കാൻ പറ്റുമോ? ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത് عن ابن عمر رضي الله عنهما قال ابن عمر رضي الله عنه പറഞ്ഞു لكن ابو حفص عمر قضى. എന്തോ ഒരു സംഭവം പറയുന്നതിന്റെ ഒരു ഭാഗത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, പക്ഷേ അബൂ ഹഫ്സ് ഉമർ റളിയല്ലാഹുവിന്റെ കുനിയത്തായിരുന്നു അബൂ ഹഫ്സ് ഉമർ ഖവ, അങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. എന്താണ് ഈ ഭാഗം കൊടുക്കാനുള്ള കാരണം? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉപ്പാനെ പറയുന്നിടത്ത് എന്ത് പറഞ്ഞു? അബൂ ഹഫ്സിൻ എന്ന് പറഞ്ഞു. അപ്പൊ ഉപ്പാനെ കുഞ്ഞേറ്റ് വിളിക്കുന്നത് തെറ്റല്ല, അത് അനുവദനീയമാണ് എന്ന് അറിയിക്കാനാണ് ഇത് പറഞ്ഞത്. പേരാണ് വിളിക്കാൻ പാടില്ലാത്തത്, പക്ഷെ കുഞ്ഞേറ്റ് വിളിക്കുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. അടുത്ത ബാബ് മാതാപിതാക്കളുടെ ബിർറുൽ വാലിദൈനുമായി ബന്ധപ്പെട്ട ബാബ് അവസാനിച്ചു. അടുത്തത് ബാബു വുജൂബി സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കുന്നത് നിർബന്ധമാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ബാബാണ് അടുത്തത്. ഈ ബാബിലെ ആദ്യത്തെ ഹദീസ് عن أبي هريرة رضي الله عنه قال لما نزلت هذه الآية, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സൂറത്ത് ശുഅറയിലെ 214-ാമത്തെ ആയത്തായിട്ടുള്ള വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നിന്റെ അടുത്ത കുടുംബക്കാർക്ക് നീ താക്കീത് നൽകുക എന്നുള്ള ആയത്ത് ഇറങ്ങിയപ്പോൾ ഖാമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനാജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉയർന്ന പ്രദേശത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, യാ ബനി കഅബ് ഇബ്നു ലുഅയ് അൻഖിദു അൻഫുസകും മിനൻ നാർ, കഅബ് ഇബ്നു ലുഅയ്യിന്റെ സന്താനങ്ങളെ, ഖുറൈശ് കുടുംബത്തിലെ ഗോത്രങ്ങളാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷിച്ചുകൊള്ളുക. യാ ബനി അബ്ദ് മനാഫ് അൻഖിദു അൻഫുസകും മിനൻ നാർ, അബ്ദ് മനാഫിന്റെ സന്താനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷിച്ചുകൊള്ളുക. യാ ബനി ഹാഷിം അൻഖിദു അൻഫുസകും മിനൻ നാർ, ബനു ഹാഷിംകാരെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നരകത്തെ രക്ഷിച്ചുകൊള്ളുക. യാ ബനി അബ്ദുൽ മുത്തലിബ് അൻഖിദു അൻഫുസകും മിനൻ നാർ, അബ്ദുൽ മുത്തലിബിന്റെ സന്താനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നരകത്തെ രക്ഷിച്ചുകൊള്ളുക. യാ ഫാത്തിമതു ബിൻത മുഹമ്മദിൻ, മുഹമ്മദിന്റെ മകളായ ഫാത്തിമ, അൻഖിദി നഫ്സക മിനൻ നാർ, നിന്റെ സ്വന്തത്തെ നീ നരകത്തെ രക്ഷിച്ചുകൊള്ളുക. ഫഇന്നി ലാ അംലികു ലകി മിനല്ലാഹി ഷൈഅ, അല്ലാഹുവിൽ നിനക്ക് ഒരു സഹായവും ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. ഗൈറ അന്ന ലകും റഹിമൻ തഉബുല്ലുഹു ബിബാലിഹാ, ഞാനും നിങ്ങളും ഈ കുടുംബബന്ധമുണ്ട് എന്നല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയുകയുണ്ടായി. ഇത് എന്താണ് ഈ ബാബിൽ കുടുംബബന്ധം ചേർക്കൽ നിർബന്ധമാണ് എന്നുള്ള ബാബിൽ കൊടുക്കാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കുടുംബക്കാരെ താക്കീത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഖുറൈശികളിൽ തന്റെ കുടുംബത്തിന്റെ വ്യത്യസ്ത ശാഖകളിലുള്ള ഗോത്രങ്ങളായിട്ടുള്ള ഓരോ കുടുംബത്തെയും, ബനു അബ്ദു മനാഫ്, ബനു അബ്ദുൽ മുത്തലിബ്, ബനു ഹാഷിം, അതുപോലെ തന്നെ ബനു കഅബ് ഇബ്നു ലുഅയ്, അങ്ങനെയുള്ള വ്യത്യസ്ത ഗോത്രങ്ങളെയും തന്റെ പ്രിയപ്പെട്ട മകളെയും വിളിച്ചുകൊണ്ട് നരകത്തെ കുറിച്ചുള്ള താക്കീത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുകയാണ്. അപ്പോ കുടുംബബന്ധവുമായി ബന്ധപ്പെട്ടതിൽ ഏറ്റവും വലിയ നന്മ എന്താണ്? മുമ്പേ പറഞ്ഞു,
നമ്മൾ ബിർറ് ചെയ്യുന്നതിൽ, പുണ്യം ചെയ്യുന്നതിൽ മാതാപിതാക്കൾക്കാവട്ടെ, കുടുംബ ബന്ധമുള്ളവർക്കാവട്ടെ, മക്കൾക്കാവട്ടെ, ആരോട് പുണ്യം ചെയ്യുന്നതിലും ഏറ്റവും വലിയ പുണ്യം അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കലാണ്, അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കലാണ്, ശിർക്കിനെ കുറിച്ച് താക്കീത് ചെയ്യലാണ്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കർമ്മങ്ങളെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ്, പറഞ്ഞു കൊടുക്കലാണ്, അതിലേക്ക് ക്ഷണിക്കലാണ്. നരകത്തിലേക്ക് എത്തിക്കുന്ന കർമ്മങ്ങളെ കുറിച്ച് താക്കീത് ചെയ്യലും അതിന്റെ ഗൗരവത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കലുമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ഈ കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന, ഖുർആനിൽ വന്നിട്ടുള്ള ഒരു കൽപ്പന, അത് പാലിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ധൃതിയും സ്വന്തം കുടുംബക്കാരോട് അത്രത്തോളം ആ ഒരു നസീഹത്തോടു കൂടിയാണ് നരകശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം എന്നുള്ള നസീഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അപ്പൊ നമ്മുടെ കുടുംബ ബന്ധം ചേർക്കുന്നത് പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. കുടുംബത്തിലുള്ളവർ അവർ ഖുറാഫാത്തിന്റെ ആളുകളാണ്, ശിർക്കിന്റെ ആളുകളാണ്, അല്ലെങ്കിൽ പിഴച്ച ആളുകളാണ് എന്ന് പറഞ്ഞ് ആ ബന്ധങ്ങൾ പറ്റുവിച്ഛേദിക്കുന്ന ആളുകളെ കാണാം. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് റഹീം എന്ന് പറഞ്ഞാൽ ഉപ്പയും ഉമ്മയും വഴിയുള്ള ആ കുടുംബ ബന്ധം നമുക്കൊരിക്കലും ഇല്ലാതാക്കാൻ പറ്റൂല, അതവിടെ ഉണ്ടാവും. ആ ഒരു ബന്ധത്തിന്റെ പേരിൽ നാം അവരോട് ചെയ്യേണ്ട ഏറ്റവും വലിയ നസീഹത്ത്, ബിർറ്, നന്മ എന്ന് പറഞ്ഞാൽ അവർക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കാൻ എങ്ങനെയാണോ സാധിക്കുക ആ മാർഗങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ കുടുംബം ചേർക്കുന്നതിന്റെ ഭാഗത്തിൽപ്പെട്ടതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കൽപ്പന അപ്പോൾ തന്നെ അമലാക്കുകയും ചെയ്തു. അടുത്ത ബാബു സിലത്തുർ റഹീം, കുടുംബബന്ധം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ. عن أبي أيوب الأنصاري رضي الله عنه أن أعرابيا عرض للنبي صلى الله عليه وسلم في مصيره. ഒരിക്കൽ ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു യാത്രയിൽ വന്നു. فقال, എന്നിട്ട് പറഞ്ഞു, أخبرني ما يقربني من الجنة ويباعدني من النار. നബിയെ, നിങ്ങൾ എന്നെ അറിയിക്കണം, എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന കാര്യം എന്താണെന്ന് അറിയിക്കണം. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅ. നീ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. വതുഖീമുസ്സലാ, നീ നിസ്കാരം നിർവഹിക്കുക. വതുഅതി സകാത്ത് കൊടുക്കുക. വതസിലു റഹിം, നീ കുടുംബബന്ധം ചേർക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, നാളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നമ്മെ അകറ്റുന്നതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അറാബിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ അറാബി ചോദിച്ച ചോദ്യം എന്താ? എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായിട്ടുള്ള കർമ്മങ്ങൾ, കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം എന്നാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ, അതിൽ 3 കാര്യങ്ങളും ദീനിന്റെ അടിസ്ഥാനമായിട്ടുള്ള അർക്കാനുൽ ഇസ്ലാമിൽ പെട്ടതാണ്. ഒന്നാമത്തെ എന്താണ്? തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅ. നമുക്കറിയാം, തൗഹീദ് ഇല്ലാതെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാതെ, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ ഒരാൾക്കും എന്ത് സാധിക്കില്ല? സ്വർഗപ്രവേശനം ലഭിക്കില്ല. എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താലും, എത്രയെല്ലാം നിസ്കാരമുണ്ടെങ്കിലും നോമ്പുണ്ടെങ്കിലും തൗഹീദില്ലേ അവന് സ്വർഗത്തിൽ പ്രവേശനമില്ല. തൗഹീദ് കൊണ്ട് മാത്രമാണ് സ്വർഗം നിർബന്ധമാവുകയുള്ളൂ. അപ്പോൾ എന്ത് മനസ്സിലായി? തൗഹീദിന്റെ കാര്യം പറഞ്ഞു. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുഖീമുസ്സലാ, ഇബാദത്തുകളിൽ നാളെ ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന, ഏറ്റവും നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള, ഒഴിവാക്കിയാൽ കാഫിറായി സ്വഹാബികൾ പരിഗണിച്ചിട്ടുള്ള ഇബാദത്താണ്, അമലാണ് നിസ്കാരം എന്നുള്ളത്. അത് നിർവഹിക്കാൻ പറഞ്ഞു. മൂന്നാമത്തെ നിസ്കാരത്തിനോടൊപ്പം തന്നെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള തുഅതി സകാത്ത് നൽകാൻ പറഞ്ഞു. അതോടൊപ്പമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വതസിലു റഹിം, കുടുംബബന്ധം ചേർക്കണം. കുടുംബബന്ധം ചേർക്കണം. റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മ വഴി, നമ്മുടെ ഉപ്പ വഴി നമുക്കുണ്ടാകുന്ന ബന്ധം, അത് മേൽപോട്ട് എത്രയാണോ, മേൽപോട്ടും ശാഖകളുമായിട്ട് എത്രയാണോ പോകുന്നത്, അതെല്ലാം നമ്മുടെ കുടുംബങ്ങളാണ്, നമ്മുടെ കുടുംബബന്ധമാണ്. അത് ചേർക്കുക എന്നത് സ്വർഗപ്രവേശനത്തിന് നാളെ കാരണമാകുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള അമലാണ്. ഇനി ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, അവർ കുഫാറുകളും തെമ്മാടികളുമായിട്ടുള്ള ആളുകളാണെങ്കിലോ? പല ആളുകളും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. എന്റെ കുടുംബക്കാർ അവർ ശിർക്കിന്റെ ആളുകളാണ്, ഖുറാഫാത്തിന്റെ ആളുകളാണ്, തെമ്മാടികളാണ്. എന്താണ്? ഇബ്നു അബീ ജംറ റഹിമഹുല്ലാഹ് പറഞ്ഞത് ഫത്ഹുൽ ബാരിയിൽ കൊടുക്കുന്നുണ്ട്. എന്താണ് ഈ വിഷയം? ഫൈൻ കാനു കുഫാറൻ വഫുജ്ജാറൻ, ഇനി ആ കുടുംബക്കാർ കാഫിറുകളും തെമ്മാടികളുമാണെങ്കിൽ ഫമുഖാതിഅതുഹും ഫില്ലാഹി യസിലതുഹും ബിശർത്തി ബദ്ലിൽ ജുഹ്ദി ഫീ ബഅദിഹിം, അവരോടുമായിട്ട്
ഒരു ബന്ധം ചേർക്കണം. എന്തില്? അവർക്ക് ഉപദേശിക്കാൻ, അവർക്ക് ഉപദേശം കൊടുക്കാൻ കഠിനമായി പരിശ്രമിക്കണം. ثم إعلامهم إذا أصروا أن ذلك بسبب تخلفهم عن الحق. അവർ എന്നിട്ടും അതിൽ നിന്ന് പിന്നെ അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കണം പിന്നെ അവർ ഹഖിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ആളുകളായി മാറിയിട്ടുണ്ട് എന്നുള്ളത്. ولا يسقط مع ذلك صلتهم بالدعاء لهم بظاهر الغيب أن يعودوا إلى الطريق المثلى എന്ന് വിചാരിച്ച് അവരുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കല്ല വേണ്ടത്. അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ആ ആളുകളോട് പറഞ്ഞു കൊടുക്കണം, അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കണം. അവരത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവരതിൽ നിന്ന് അകറ്റപ്പെട്ടവരായി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് തന്നെ ആ ബന്ധത്തെ അവർക്ക് വേണ്ടി അവരുടെ ഗൈബിൽ നമ്മുടെ ദുആകളിൽ അവർക്ക് വേണ്ടി ധാരാളം ദുആ ചെയ്തുകൊണ്ട് നേരായ മാർഗത്തിലേക്ക് അവരെ നയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം ആ ദുആ തന്നെ അവരോടുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ബന്ധമായി കൊണ്ടു നടക്കാൻ പറ്റണം. അപ്പോൾ നമ്മുടെ ഈ കുടുംബക്കാരോട് ഏറ്റവും നല്ല സതുപദേശം നൽകുകയും നന്മയിലേക്കുള്ള ക്ഷണം, അതിനുള്ള അവസരങ്ങൾ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഒരുക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ഭാഗമാണത്. عن أبي هريرة الحديث عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال خلق الله عز وجل الخلق. صلى الله عليه وسلم بريان الله تعالى سൃഷ്ടികൾ എല്ലാം സൃഷ്ടിച്ചു. فلما فرغ منه قامت الرحم. അങ്ങനെ സൃഷ്ടിപ്പ് കഴിഞ്ഞ സമയത്ത് കുടുംബബന്ധം എഴുന്നേറ്റ് വന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹു റഹ്മത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. സമയം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ജീവിതം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. മരണം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതേപോലെ ഒരു സൃഷ്ടിയാണ് കുടുംബബന്ധം എന്നുള്ളത്. അപ്പൊ കുടുംബബന്ധം എഴുന്നേറ്റ് നിന്നു. ഫഖാല മഹ്, എന്നിട്ട് പറഞ്ഞു, ശ്രദ്ധിക്കണം എന്നുള്ള നിലക്ക് പറഞ്ഞു, ഖാലത് ഹാദാ മഖാമുൽ ആഇദ് ബിക മിനൽ ഖസീഅ. ആ കുടുംബബന്ധം പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ മുറിക്കുന്നതിനെ തൊട്ട് രക്ഷ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്നത്. കുടുംബബന്ധം അള്ളാഹുവിനോട് പറയാണ്, എന്നെ വിച്ഛേദിക്കുന്ന, കുടുംബബന്ധം മുറിച്ചു കളയുന്ന ആ ഒരു കാര്യത്തെ തൊട്ട് രക്ഷ തേടാനാണ് ഞാൻ ഇവിടെ നിന്നിട്ടുള്ളത് പറഞ്ഞു. അപ്പൊ അള്ളാഹു തആല ചോദിക്കും, റഹിമിനോട്, കുടുംബബന്ധത്തിനോട് ചോദിക്കും, അലാ തർവൈന അൻ അസില മൻ വസലകി വഅഖതഅ മൻ ഖതഅകി. കുടുംബബന്ധത്തിനോട് അള്ളാഹു ചോദിക്കുകയാണ്, നീ തൃപ്തിപ്പെടുമോ നിന്നെ ചേർത്തവനോട് ഞാൻ ബന്ധം ചേർക്കുന്നതും നിന്നെ മുറിച്ചവനോട് ഞാൻ ബന്ധം മുറിക്കുന്നതും നിനക്ക് തൃപ്തിയാവുമോ? ഖാലത് ബല. കുടുംബബന്ധം പറഞ്ഞു, ബല യാ റബ്ബി, അതെ. ഖാല ഫദാലിക ലകി. അപ്പോ അല്ലാഹു പറഞ്ഞു, നിനക്ക് അതാണുള്ളത് പറഞ്ഞു. ثم قال അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യാണ്, ഇഖ്റഉ ഇൻ ശിഅ്തും. നിങ്ങൾക്ക് വേണമെങ്കിൽ പാരായണം ചെയ്തുകൊള്ളുക. സൂറത്ത് മുഹമ്മദിലെ 22-ാമത്തെ ആയത്ത്, ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർദ് വതുഖത്തിഉ അർഹാമകും. നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും കുടുംബബന്ധം വിച്ഛേദിക്കുകയുമാണോ എന്നുള്ള ആയത്ത് പാരായണം ചെയ്തു. ഇവിടെ എന്താണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്? കുടുംബബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മഹത്തായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിന്റെയും ഖാലിഖാണ്. മനുഷ്യരും ജിന്നുവർഗങ്ങളും മലക്കുകളും അതുപോലെ ജന്തുജീവജാലങ്ങളും പക്ഷികളും മത്സ്യങ്ങളും എല്ലാത്തിന്റെയും സൃഷ്ടാവ് അല്ലാഹുവാണ്. അങ്ങനെ എല്ലാത്തിനെയും സൃഷ്ടിച്ചു. അതുപോലെ തന്നെ നാം നേരത്തെ പറഞ്ഞതുപോലെ സമയവും ജനനവും മരണവും കാരുണ്യവും എല്ലാം സൃഷ്ടിച്ചു. അതിൽപ്പെട്ടൊരു സൃഷ്ടിയാണ് കുടുംബബന്ധം, റഹിം എന്നുള്ളത്. ആ സൃഷ്ടിപ്പ് കഴിഞ്ഞപ്പോൾ റഹിം, കുടുംബബന്ധം എഴുന്നേറ്റ് എന്ന് അള്ളാഹുവിനോട് പറയാണ്, ഞാൻ ഭയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ രക്ഷ തേടുന്നു എന്നെ മുറിക്കുന്നതിനെ തൊട്ട്, കുടുംബബന്ധത്തെ മുറിക്കുന്നതിനെ തൊട്ട് ഞാൻ രക്ഷ തേടുന്നു. അപ്പൊ അള്ളാഹു തആല തിരിച്ചു ചോദിച്ചത്, നിന്നെ ചേർക്കുന്നവരുമായിട്ട് ഞാൻ ബന്ധം ചേർക്കുകയും നിന്നെ മുറിക്കുന്നവരുമായിട്ട് ഞാൻ ബന്ധം മുറിക്കുകയും ചെയ്താൽ മതിയോ? അപ്പൊ കുടുംബബന്ധം അത് തൃപ്തിപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അള്ളാഹുമായിട്ടൊരു ബന്ധം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ കുടുംബബന്ധം ചേർക്കുന്നവരായിരിക്കണം. നമ്മുടെ കുടുംബമായിട്ടുള്ള ബന്ധം, നമ്മുടെ കുടുംബക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ നാം വിച്ഛേദിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവാണ് നമ്മോട് ബന്ധം വിച്ഛേദിക്കുക, ന്യായമായ കാരണങ്ങളില്ല എങ്കിൽ. അഥവാ നാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ദീനിന് അപകടം പറ്റുന്ന ഫിത്നകളില്ല എങ്കിൽ ആ കുടുംബബന്ധം നമ്മൾ കഴിവിന്റെ പരമാവധി എല്ലാ നന്മകൾ കൊണ്ടും ചേർക്കണം, മസ്ലഹത്തുകൾ പരിഗണിച്ച് ചേർക്കണം.
പക്ഷേ അതില്ലാതെ ഇതൊന്നും പരിഗണിക്കാതെ വെറുതെ ബന്ധം ചേർക്കാതെ ബന്ധങ്ങൾ നമ്മൾ തെറ്റിപ്പിരിഞ്ഞും പല രീതിയിലും മുറിച്ചു കളയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള അടിമകളുമായിട്ട് ബന്ധം മുറിക്കും എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ഹദീസിന്റെ ആശയത്തിന് തെളിവായിട്ട് സൂറത്ത് മുഹമ്മദിലെ 22-ാമത്തെ ആയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുകയും ചെയ്തു. ഭൂമിയിൽ നിങ്ങൾ ഈ ഈമാൻ കിട്ടിയതിനു ശേഷം, ഇസ്ലാം കിട്ടിയതിനു ശേഷം വീണ്ടും ജഹാലത്തിന്റെ പണിയായിട്ടുള്ള ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും കുടുംബബന്ധങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്യുകയാണോ എന്ന് ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിൽ പ്രത്യേകം പരിഗണിക്കണം. അത് അത്രയും മഹത്തായിട്ടുള്ള കാര്യമാണ്. ഇനിയും ധാരാളം ഹദീസുകൾ ഈ ബാബിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കിതാബിലുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.